മാരെ മുജാഹിദിന്റെ അനുയായികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? എങ്ങനെ മുശ്രിക്കാക്കുന്നത്? അതും കൂടി ഞാൻ കേൾപ്പിച്ചത് സക്കരിയ സലാഹി തന്നെ പറയുന്നു. ഇപ്പൊ സുന്നികൾക്ക് എതിരിൽ ഓതുന്ന ആയത്തുകള് ഞമ്മക്കെതിരിൽ ഓതിയിട്ട് ഇങ്ങനെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും. മമ്പുറത്തെ തങ്ങളെ വിളിക്കുന്നത് ശിർക്കാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മുജാഹിദ് ദുർവ്യാഖ്യാനിച്ചിരുന്ന ആയത്തുകളാ. ഈ ആയത്ത് ആർക്കെതിരാ ഓതുന്നത്? മുജാഹിദുകൾക്കെതിരിൽ. എന്താ രസം! മുജാഹിദുകൾ തന്നെ ആയത്ത് ഓതിയിട്ട് ശിർക്കിന്റെ ആയത്തുകൾ ഓതിയിട്ട് അവര് മുജാഹിദുകൾക്ക് ദുർവ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കുന്നു. എങ്ങനെയുണ്ട്? കേട്ടോളൂ നിങ്ങള്. സക്കരിയ സലാഹി പറയട്ടെ. തൗഹീദിന്റെ ആയത്ത് ഓതിയിട്ട് മുജാഹിദുകൾക്ക് വയൽ പറഞ്ഞു കൊടുക്കുക. സ്വാഭാവികമായും ആളുകൾ വിചാരിക്കും നമ്മൾ ശിർക്കിലേക്ക് എത്തിപ്പോയി കേട്ടോ. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും. പഠിച്ചു വെച്ചോ. എന്താ ഈ പറയണത്? അപ്പൊ ആദ്യം തന്നെ മുജാഹിദുകളിൽ ഒരു വിഭാഗം പച്ചയായ ശിർക്കിലേക്ക് ഖുറാഫാത്തിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് പറയാ. എന്നിട്ട് ഖുറാഫികൾക്കെതിരെ ആയത്തൊക്കെ അങ്ങോട്ട് ഓതുക. ഇതാപ്പോ മുജാഹിദ് പ്രസ്ഥാനം നടന്നുകൊണ്ടിരിക്കണേ. ഈ ആയത്തൊക്കെ ഇങ്ങനെ ഓതുക, കൊല്ലിന്നമാതുള്ളു റബ്ബി ഓതുക, ഇയ്യാക നഅ്ബുദു ഓതുക. ഇതാ ഇവരുടെ അവസ്ഥ. അങ്ങനെ മുശ്രിക്കും കാഫിറുമാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അനുയായികൾ പറയാണത്രേ, മുജാഹിദിന്റെ അനുയായികൾ പറയുന്നത് എന്താണെന്നറിയോ? മുജാഹിദ് മൗലവിമാർക്കാർക്കും ഇപ്പോ പരലോകത്തിന് വിശ്വാസമില്ല. പടച്ചോനെ, നമ്മൾ പണ്ടേ പറഞ്ഞതാണ് ഇവരുടെ പ്രവർത്തനം കാണുമ്പോ അത് ശരിയല്ല, ഇവർക്ക് ഇതിലൊന്നും കഥല്ല, ഇവര് മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഇവരുടെ അനുയായികൾ തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത്? മുജാഹിദ് പ്രസ്ഥാനത്തിലെ മൗലവിമാർക്കാർക്കും പരലോകത്തിന് വിശ്വാസമില്ല. കേട്ടോളൂ, മുജാഹിദ് തന്നെ പറയട്ടെ. മൊത്തത്തിൽ ആളുകൾ ഇപ്പൊ നിങ്ങൾ മൗലവിമാർക്ക് ആർക്കും പരലോകത്തിൽ വിശ്വാസമല്ല, എന്നാ പിന്നെ ഞങ്ങളൊക്കെയാ നല്ലത്. ഇത് കേൾക്കുമ്പോ എന്തൊരു വിഷമുണ്ട് എന്നറിയോ? ഭയങ്കര വിഷമല്ലേ? ഭയങ്കര വിഷമാണ് ഇവർക്ക് ഇത്